മനുഷ്യന്റെ ശരീരമൊക്കെ നേരെ ചൊവ്വേ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ താങ്കൾ, ഒരു ഡയറ്റീഷ്യൻ എന്നല്ലേ. പക്ഷേ അടിമുടി കൃത്രിമമായി കഴിഞ്ഞു. അതെ അതെ സർ. ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഇപ്പം ആർക്കും എല്ലാവർക്കും ക്രാഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ദാറ്റ് ഇസ് 1 month കൊണ്ട് എനിക്ക് 10 kg കുറയണം. ഇതൊക്കെയാണ് ഓരോരുത്തർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അതാകുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഇസ് ഒരാഴ്ചയിൽ മാക്സിമം ഒരു 500 grams per week ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. ദാറ്റ് ഇസ് 1 month ഒരു 2 kg വരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടത് എനിക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ കുറയണം. അതല്ലാതെ ഇപ്പോൾ വിപണിയിൽ ഒരുപാട് സപ്ലിമെന്റ്സും ദാറ്റ് ഇസ് ഇപ്പോൾ ഒരു 1 glass ഷേക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഫുൾഫിൽ ചെയ്യും. ദാറ്റ് ഇസ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അത് കഴിഞ്ഞ് ഒരു സറ്റൈറ്റി അവർക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി. പക്ഷെ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫാറ്റ് ബേണേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും നമുക്ക് ശരിക്കും അറിയില്ല. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നോക്കിയാലും ഇവരൊട്ട് കേൾക്കുന്നില്ല. വിശ്വസിക്കില്ല. കാരണം ഇവർക്ക് സഡൻ റിസൾട്ടാണ് വേണ്ടത്. ആക്ച്വലി നമ്മളൊന്ന് ശരിക്കും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് വെയിറ്റ് ലോസും അതായത് ഒരു ഹെൽത്തി വേയിൽ തന്നെ നമുക്കത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിൽ ആദ്യം വേണ്ടത് ഒരു പേഷ്യൻസ്, ദാറ്റ് ഇസ് ഒരു അവയർനെസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. സുന്ദരിയാവണം. യെസ്. എന്താ ചെയ്യുക? അപർഷിന്റെ മിസ് സൗത്ത് ഇന്ത്യ അങ്ങനെയല്ലേ? എന്നായിരുന്നു അത്? 2024. ഓക്കെ. അപ്പോൾ എങ്ങനെയാ ചിന്തായി പൊതുവെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വരുന്ന ഈ മത്സരത്തിനൊക്കെ വരുന്ന? എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡാണെന്ന്. ഈ സൗന്ദര്യവർദ്ധനം എന്ന് പറയുന്നത് ആസ് ലോങ് എസ് പീപ്പിൾ വർ ദെയർ സൗന്ദര്യം നമ്മുടെ ഒരു ഭാഗമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഫെയർ ആൻഡ് ലവ്ലി, ഫെയർനെസ് ക്രീംസ് ഒക്കെ ഒത്തിരി ആൾക്കാർ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ആൻഡ് അതിലെല്ലാം മെർക്കുറിയുടെ കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതേപോലെ അന്ന് അതൊരു ട്രെൻഡായിരുന്നു. അന്ന് ആൾക്കാർക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് അതായിരുന്നു. ഇന്നത്തെ സ്റ്റാൻഡേർഡ് മാറുമ്പോൾ ആൾക്കാർക്ക് അതിന്റെ പുറകെ പോകും. നമ്മുടെ ചെറുപ്പക്കാരികൾ ഏറ്റവും ഹരം പിടിപ്പിക്കുന്ന കാര്യം എന്താ? എനിക്കറിയില്ല. അത് ഒത്തിരി ട്രെൻഡുകളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കുവാണെങ്കിൽ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിൻ ഇങ്ങനെ തിളങ്ങുന്നതിനെയാണ് ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പം തിളക്കാനൊക്കെ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർമാർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയായിരിക്കും. അപ്പം ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണെന്ന്. റിസോഴ്സസ് നമുക്ക് നോക്കി പോവണ്ട, എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വ്യാപകമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണൽ കെയർ എന്ന് പറയുന്നത് ഒരു ഗ്രൂമിങ്ങിന്റെ ഭാഗമാണ്. നമ്മളെ തന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു, നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു, നമ്മൾ പ്രസന്റ് ചെയ്യുന്നതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പക്ഷെ അത് ഒരു എക്സ്ട്രീം ഒരു സർജറിയിലേക്കോ നമ്മൾ തന്നെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിലേക്ക് ആവണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണ് മാറേണ്ടത്, നമ്മളല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.